നമുക്കറിയാം, അഭിപ്രായം ഇരുമ്പുലക്കയാണ്. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന, കാത്തു സംരക്ഷിച്ചു കൊണ്ടിരുന്ന ജീവിത രീതികളെയും അഭിപ്രായങ്ങളെയും പെട്ടെന്ന് തിരുത്തി കുറിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ ശരിയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു പ്രശ്നത്തിന് ഒരു മറുമരുന്ന് എന്ന വണ്ണം ഡോക്ടർ ജോർജ് പടനിലം ഒരു ബ്ലോഗിൽ തൻ്റെ അഭിപ്രായത്തെ രൂപീകരിച്ചിട്ടുണ്ട്. രക്ഷകൻ എന്ന് അദ്ദേഹം പേര് കൊടുത്തിരിക്കുന്ന ആ ബ്ലോഗിനെ കുറിച്ചാകട്ടെ ഇന്നത്തെ ചിന്ത. ഡോക്ടർ, ഈ ഭ്രാന്തൻ ചിന്താസരണി അങ്ങയുടെ ബ്ലോഗിൻ്റെ ആ ഒരു പരമ്പരയിലൂടെ പല തെറ്റിദ്ധാരണകളെയും തിരുത്തി കുറിക്കുവാൻ അങ്ങ് ശ്രമിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് അതിൻ്റെ അവസാനം അങ്ങ് രക്ഷകൻ എന്ന ആ ഒരു ബ്ലോഗ് എഴുതിയിരിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിൽ രക്ഷകൻ എന്ന അങ്ങയുടെ ബ്ലോഗ് എഴുത്തിനെക്കുറിച്ച്, അതിൽ പറയാൻ ശ്രമിച്ച ആ ഒരു ആശയങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും ടീച്ചറെ, നമ്മൾ പരിപാവനമെന്നോ അല്ലെങ്കിൽ അനുകരണീയമെന്നോ കരുതുന്ന ധാരാളം ചിന്താഗതികൾ യുക്തിക്ക് ചേരുന്നതാണോ എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. യുക്തിക്ക് ചേരാത്തതാണെങ്കിൽ തന്നെയും പഠിച്ചത് പാടുക എന്നുള്ള ആ ഒരു രീതി നമ്മൾ ആവർത്തിക്കുന്നത് മൂലം ചെയ്തത് വീണ്ടും 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 അതിങ്ങനെ ചെയ്യുക, എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു എക്സ്ക്യൂസും പറഞ്ഞ് സാധാരണ എല്ലാവരും പഴയ പന്താവിൽ കൂടെ തന്നെ ഇങ്ങനെ പോവുകയാണ്. മുമ്പേ ഗമിച്ചീടിനെ ഗോകുതൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്ന ആ രീതിയിൽ അങ്ങനെ പോകുകയാണ്. അപ്പോൾ ഈ ആനയെന്നുള്ള ഒരു ഉദാഹരണം ഉപയോഗിച്ച് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരെങ്ങനെ ചിന്തിക്കുന്നെന്നും തെറ്റായ ധാരണകൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് പരിശ്രമിച്ചുകൊണ്ട് അത് തന്നെ തുടർച്ചയായിട്ട് ഇങ്ങനെ മേധാവിത്വം നൽകിക്കൊണ്ടുള്ള ഒരു ജീവിതം എന്തുമാത്രം നമ്മുടെ സമാധാനത്തിനെയും സന്തോഷത്തെയും തുരങ്കം വയ്ക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമമാണിത്. അപ്പോൾ ഈ അടിമകളായ ആനകളെ നമ്മൾ അടിമകളായ സമൂഹത്തിൻ്റെ അടിമകളായ മനുഷ്യരായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ രക്ഷകൻ വരുന്നു എന്ന് കേട്ടപ്പോൾ ഈ അടിമകൾക്ക് വളരെയധികം സന്തോഷമുണ്ടായി. കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ അനുഭവിച്ചിരുന്ന ദുർഭരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് അവർ കാമ്യമെന്ന് കരുതിയിരുന്ന പഴയ സ്വർഗാനുഭൂതിയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു എളുപ്പമാർഗമായിട്ടാണ് അവരത് കണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സമയത്താണ് ചില നേതാക്കന്മാർ വന്ന് നിങ്ങൾ ഇന്നത് ചെയ്തെങ്കിൽ മാത്രമേ ഇത്രയും നോയമ്പ് നോക്കണം, അല്ലെങ്കിൽ ഇത്രയും പരിഹാര പ്രവർത്തികൾ ചെയ്യണം, ഇത്രയും നല്ല സൽപ്രവർത്തികൾ ചെയ്യണം, ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ രക്ഷകനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടാകുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഈ ആകാംക്ഷ ലെവൽ കൂട്ടിക്കൊണ്ടിരുന്നു. ചില ആൾക്കാരെ മറ്റുള്ളവരിൽ നിന്നും അകന്നു പോയി ഗുഹകളിലും അവിടെ ഇവിടെയൊക്കെ പോയി താമസം തുടങ്ങി. അവരുടെ ദിനചര്യകളും അവരുടെ ഭക്തി അനുഷ്ഠാനങ്ങളും ഒരു പ്രശ്നവും കൂടാതെ കണ്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവരങ്ങനെ പോയി, സമൂഹത്തിൽ നകന്നു പോയി. അങ്ങനെ ആകപ്പാടെ വളരെയധികം പ്രക്ഷുബ്ധമായിരുന്ന ഒരു സമയത്താണ് രക്ഷകൻ വന്നത്. പക്ഷേ രക്ഷകൻ വന്നെങ്കിലും രക്ഷകൻ ആരാണെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയാൻ പാടില്ലായിരുന്നു. രക്ഷകൻ വന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടെങ്കിലും എല്ലാവരും രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്കാർക്കും തന്നെ രക്ഷകൻ ആരാണെന്ന് ശരിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ രക്ഷകൻ ഒരു സാധാരണ അടിമയായിരുന്നു. ആ രക്ഷകൻ എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറുകയും എല്ലാ അടിമകളോടും ഒരേ രീതിയിൽ പെരുമാറുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഈ രക്ഷകൻ പലരോടും പറഞ്ഞു, നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഈ പാഠാവലി, നിങ്ങൾ ഇപ്പോൾ ന്യായമെന്നും വളരെ ഉദാത്തമെന്നും കരുതുന്ന നിങ്ങളുടെ ഈ ചിന്താഗതിക്ക് അതീതമായിട്ട് നിങ്ങൾ പോയെങ്കിൽ മാത്രമേ
നിങ്ങൾ രക്ഷ പ്രാപിക്കത്തുള്ളൂ. നിങ്ങൾ അതെ, രക്ഷകൻ പറയുന്നത് നിങ്ങൾ യജമാനനും പരിചാരകരും നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നതിന് അതീതമായിട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾ വനവാസത്തിന് യോഗ്യരാകാൻ പോകുന്നുള്ളൂ എന്ന് രക്ഷകൻ പറഞ്ഞപ്പോൾ അവർക്ക് ഒരു അടിമ പറഞ്ഞപ്പോൾ ഈ അടിമയ്ക്ക് ഇതൊക്കെ എവിടുന്ന് കിട്ടി ഈ അറിവ് എന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത. പക്ഷേ എന്നിരുന്നാലും അവർ ആത്യന്തികമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യത്തെക്കുറിച്ചാണ് ആധികാരികമായിട്ട് രക്ഷകൻ പറയുന്നതെന്നുള്ള ഒരു ചിന്തയിൽ ഇവരെ ചെവി കൊടുത്തു. ഇവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർ ചെവി കൊടുക്കാൻ തുടങ്ങി. കൂടുതൽ രക്ഷകൻ അവരോട് വളരെ അധികാര രൂപത്തിൽ ചോദിക്കാൻ തുടങ്ങി. ഈ പ്രത്യേകിച്ച് അന്നത്തെ ആ സമൂഹത്തിൽ വലിയ ആധിപത്യം ഉറപ്പിച്ചിരുന്ന ആൾക്കാരോട്, അധ്യാപകരോടും പരിശീലകരോടും, അതായത് സ്വർണ്ണ കുടിലുകളിലും അവിടെ ഇവിടെയൊക്കെ അവരുടെ സമ്പാദ്യം ഉപയോഗിച്ച് ജീവിച്ചിരുന്ന വലിയ ധനാഢ്യന്മാരോടും വലിയ ബുദ്ധിരാക്ഷസന്മാരോടുമൊക്കെ അവർ ചോദിച്ചു, ഈ ലോകം മുഴുവൻ നേടിയാലും ആനയാണെന്ന് അറിയാതെ കണ്ട് ജീവിതം കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് എന്താണ് പ്രയോജനം? ആനയാണെന്ന് അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ് എന്നുള്ള ഒരു വിവരം ഈ രക്ഷകൻ അവരോട് പറഞ്ഞു കൊടുത്തു. ആനയാണെന്ന് അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഈ നേട്ടങ്ങളിലൊന്നും യാതൊരു സംതൃപ്തിയും നിങ്ങൾക്കുണ്ടാകത്തില്ല. നിങ്ങൾ വെറുതെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ കുറേശ്ശെ ഇതേക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് രക്ഷകൻ ഇങ്ങനെ മറ്റുള്ളവരെ സാധാരണ സമൂഹത്തിൽ മറ്റുള്ളവർ അധകൃതരായി കരുതിയിരുന്ന കുഷ്ഠരോഗികളെയും വേശ്യകളെയും ഒറ്റപ്പെട്ടവരെയും എല്ലാവരെയും സഹോദരങ്ങളെന്നുള്ള രീതിയിൽ സ്നേഹത്തോടും സന്തോഷത്തോടും അനുകമ്പയോടും കൂടി അവരോട് പെരുമാറാനും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനും അവരോടൊത്ത് ജീവിക്കാനും തയ്യാറായപ്പോൾ ഇവർക്ക് വലിയ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇതിലൊക്കെ അർത്ഥം എന്നാണ് ഇയാൾ ശരിക്കും ഭ്രാന്തനാണോ എന്ന് വരെ മറ്റുള്ളവർ പറയുന്നത് പോലെ, ഈ അധികാരികൾ പറയുന്ന പോലെ എന്ന് ചിന്തിക്കാൻ വരെ അവർ തയ്യാറായി. എന്നിരുന്നാൽ തന്നെയും രക്ഷകൻ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതവർക്ക് മനസ്സിലായില്ല എന്തുവായി സത്യം എന്നുള്ളത്. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യജമാനൻ പറഞ്ഞിരുന്നതും അവരുടെ യജമാനൻ്റെ അധ്യാപകർ പഠിപ്പിച്ചിരിക്കുന്നതിൽ നിന്നും അതീതമായ ഒരു സത്യമില്ല. യജമാനൻ പറയുന്നതെല്ലാം സത്യമാണ്. യജമാനൻ ഓരോ കാലത്തിനനുസരിച്ച് വ്യത്യാസം വരുന്നതനുസരിച്ച് സത്യത്തിനും വ്യത്യാസം വരും. യജമാനൻ പഠിപ്പിക്കുന്നതാണ് സത്യം, അതിൽ കവിഞ്ഞൊരു സത്യമില്ല എന്നുള്ളതാണ് ഇവർ ചിന്തിച്ചിരുന്നത്. പക്ഷേ യജമാനൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ആനയാണെന്നുള്ള സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാകുമെന്നുള്ളതാണ്. പക്ഷേ അത് അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായില്ല. അത് കാരണം സത്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു ചിന്തയേ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ തന്നെ യജമാനൻ അവരോട് വളരെ സ്നേഹത്തിനും സന്തോഷത്തിനും പെരുമാറുകയും അവരുടെ ഔന്നത്യത്തെ അവരെ ബോധ്യപ്പെടുത്താനായിട്ട് എല്ലാ രീതിയിലും പരിശ്രമിക്കുകയും ചെയ്യുകയും അവരെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ച അധ്യാപകന്മാരോടും യജമാനൻ്റെ കിങ്കരന്മാരോടും എതിർത്ത് നിന്ന് അതിൻ്റെ പരിണതഫലം എന്താണെങ്കിലും നേരിടാൻ തയ്യാറാണെന്ന് കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു നേതാവാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ്. അപ്പോൾ കൂടുതൽ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായി. അവരെയൊക്കെ എല്ലാവരും കൂടുതൽ അനുകരണീയമായ രീതിയിൽ അവർ പെരുമാറുന്നത് കണ്ടപ്പോൾ അവരുടെ കൂടെ കൂടാനും അവരുടെ സമൂഹത്തിൽ ചേരാനും അവർ തയ്യാറായി. അങ്ങനെ ആൾക്കാർ രക്ഷകൻ്റെ കൂടെ കൂടുന്നു എന്ന് കണ്ടപ്പോൾ അധികാരികൾക്ക് ഭയമായി. എങ്ങനെയെങ്കിലും ഈ രക്ഷകനെ ഉന്മൂലനം ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അധികാരവും അവരുടെ സ്വാധീന ശക്തിയും നഷ്ടപ്പെട്ടു പോകും. മാത്രമല്ല യജമാനൻ ഇത് അറിയുകയാണെങ്കിൽ എല്ലാവരെയും ഇത് നശിപ്പിച്ചു കളയുമെന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. അവരത് അടിമകളെ ബോധിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ആ രീതിയിൽ
അവരുടെ ഔന്നത്യത്തെക്കുറിച്ച് അവരുടെ അധമ മനോഭാവം മാറ്റിയിട്ട് അവരുടെ ഔന്നത്യത്വം, അതായത് വനത്തിലുള്ള ആനയെപ്പോലെ നിങ്ങളും പരിപൂർണരാണ്. വനത്തിലുള്ള ആനയും വനത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വർഗത്തിലെത്തും, അപ്പോഴത്തേക്ക് ആനയായിട്ട് ജീവിക്കാന്നുള്ള ആനയെപ്പോലെ തന്നെ നിങ്ങളും പരിപൂർണരാണ്. നിങ്ങളത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ആ ആനയും ഈ ആനയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ആന എന്ന സത്യം എല്ലാവരിലും ഒരുപോലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആനയാണ് സത്യം, ആന മാത്രമേ ഉള്ളൂ സത്യം. ആ സത്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകും. പിന്നെ നിങ്ങൾ ഈ യജമാനൻ പറയുന്നതൊന്നും ഭയപ്പെടുകയില്ല എന്നുള്ള ആ സന്ദേശം അവർക്ക് കൊടുക്കുകയും അതുകൊണ്ട് യജമാനൻ പഠിപ്പിച്ചതൊക്കെ നിരാകരിക്കുവാൻ, അൺലേൺ ചെയ്യാൻ, പഠിച്ചത് മറക്കാൻ എളുപ്പമല്ല, പക്ഷേ അത് അൺലേൺ ചെയ്യാനായിട്ട്, അതിനതീതമായിട്ട്, അതിനേക്കാളും ഉന്നതമായ, അതിനേക്കാളും കൂടുതൽ ബോധ്യപ്പെടുന്ന ഒരു ചിന്താഗതി, ഒരു ഭ്രാന്തൻ ചിന്താഗതി മാറ്റിയിട്ട് വേറൊരു ചിന്താസരണി രക്ഷകൻ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതേക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. സാമൂഹ്യ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കണം, മറ്റുള്ളവരെ അങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കണം എന്നത് തന്നെയാണ് ഡോക്ടറിൻ്റെ ജീവിതാദർശങ്ങളിലൊന്ന്. അതാണ് ഈ ഒരു ബ്ലോഗ് എഴുത്തുകളിലെല്ലാം നിഴലിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ആന എന്ന ആ ഒരു ഏറ്റവും ലളിതമായ ഉദാഹരണത്തിലൂടെ സാധാരണ മനുഷ്യനെ തന്നെയാണ് ഇവിടെ ആനയായിട്ട് ഡോക്ടർ പ്രതിനിധീകരിക്കുന്നത്. സമൂഹത്തിലെ അധികാര ഘടന ഈ ഒരു സാധാരണ വ്യക്തിത്വത്തെ മുറിവേൽപ്പിക്കുന്ന, അവനെ അസ്വസ്ഥതപ്പെടുത്തുന്ന അധികാര ഘടനയെയാണ് യജമാനൻ, ശിക്ഷകൻ എന്നൊക്കെയുള്ള പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വൈലോപ്പിള്ളിയുടെ സഹ്യൻ്റെ മകൻ എന്ന ആ സുന്ദരമായ കവിത, ഏറെ ശക്തമാണ് ആ കവിത. അവിടെ ഒരു ആന അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെ, സഹ്യൻ്റെ മകൻ ആനയാണ്, ആന അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെ, ആനയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന അസ്വസ്ഥമായ ചിന്തകളെ, ആധുനിക മനുഷ്യൻ അനുഭവിക്കുന്ന അസ്വസ്ഥതകളുമായി താതാത്മ്യപ്പെടുത്തി കവി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇവിടെയും ഡോക്ടർ ജോർജ് പടനിലം സഹ്യൻ്റെ മകൻ വായിച്ചിട്ടില്ല എന്നോട് പറഞ്ഞു. പക്ഷേ ഓർക്കുക, ഡോക്ടർ എത്ര സുന്ദരമായിട്ടാണ് ഈ ഒരു ആന എന്ന പ്രതീകത്തെ തന്നെ, മൃഗങ്ങളിലെ ആനയെ തന്നെ തിരഞ്ഞെടുത്ത് തൻ്റെ ആശയങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സുന്ദരമായി തൻ്റെ ആശയത്തെ അവതരിപ്പിക്കുവാൻ ഡോക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. വരും എപ്പിസോഡുകളിൽ ഡോക്ടറിൻ്റെ കൂടുതൽ ചിന്തകളുമായി നമുക്ക് കണ്ടുമുട്ടാം.